എൻ്റെ ചെറുപ്പത്തിൽ ഈ പാർട്ടിക്കാർ സമ്മേളനമൊക്കെ നടത്തൂലേ, അപ്പോൾ ഇങ്ങനെ ജാഥയായിട്ടൊക്കെ പോവും. അപ്പോൾ ഈ ജാഥയിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു. അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, ഏത് പാർട്ടി ആയാലും അവരുടെ കൂടെ കൂടി പോകും. എന്നിട്ട് അവിടെ ടൗണിൽ, എൻ്റെ നാട്ടിൽ ടൗണിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാള സെൻറ്റ് ആൻ്റണീസ് സ്കൂളുണ്ട്, അതിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും പരിപാടികളൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് പ്രസംഗങ്ങൾ കേൾക്കും, അവിടെ കുറേ നേരം ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് ചെറുപ്പം മുതലേ അതൊക്കെ. പിന്നെ ഈ ചിലപ്പോൾ ചിലവർക്ക് വേണ്ടി വാൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കാനൊക്കെ പോയിട്ടുണ്ട് കൊച്ചുനാളിലായി. കാരണം ആരെങ്കിലും മോനെ നീ ഇത് കൊണ്ടിട്ടൊന്ന് ഒട്ടിക്കലാന്ന് പറയും. അപ്പോൾ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു. അപ്പോൾ ചെറുപ്പം മുതൽ രാഷ്ട്രീയത്തോടൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇന്നും താല്പര്യമുണ്ട്. പക്ഷേ ഇന്ന് നമുക്കിപ്പോൾ കക്ഷി രാഷ്ട്രീയമൊന്നും പറയാൻ പറ്റില്ല അത്തരം. അതേസമയത്ത് നമ്മളെല്ലാവരും ആയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ ഇലക്ഷന് എല്ലാ ജനങ്ങളും പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ആരും മാറി നിൽക്കരുത്. പലപ്പോഴും ചില ആളുകൾ മനഃപൂർവ്വം വോട്ട് ചെയ്യാതൊക്കെ മാറി നിൽക്കും. അത് ശരിയല്ല. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അതുപോലെ നമ്മുടെ ഡ്യൂട്ടിയാണെന്നും കൂടി പറയാം. ആ അവകാശം ഡ്യൂട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം മുതലുള്ള ഓർമ്മകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും, അന്ന് വളരെ വലിയ വലിയ ആളുകൾ, രാഷ്ട്രീയക്കാർ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി, EMS നമ്പൂതിരിപ്പാട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മൾ പനമ്പള്ളി ഗോവിന്ദ മേനോനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ MLA ആയിട്ട് നാട്ടിലുണ്ടായിരുന്നത് നമ്മുടെ ലീഡർ K കരുണാകരനാണ്. ഞാൻ മാളക്കാരനാണ്. അതുകൊണ്ട് 30-31 കൊല്ലം അവിടെ MLA ആയിട്ട് പ്രവർത്തിച്ചത് K കരുണാകരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ വീട്ടുകാരോടും അതുപോലെ കുടുംബത്തോടൊക്കെ ഒരു അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബിഷപ്പായിട്ടും എന്നോട് വളരെയധികം സൗഹാർദ്ദം പുലർത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അങ്ങനെ ഓർക്കുന്നുണ്ട്.